2024 വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ തീരുമാനങ്ങളും പ്രതീക്ഷകളുമായി ഏവരും പുതുവർഷ പുലരിക്കായുള്ള കാത്തിരിപ്പിലാണ്. പരമ്പരാഗത ആഘോഷവേദികളും യുവതിയുടെ പുതിയ സങ്കേതങ്ങളും അർദ്ധരാത്രിയോടെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തും. ശംഖുമുഖവും ഫോർട്ട് കൊച്ചിയും കോഴിക്കോട് ബീച്ചുമൊക്കെയാണ് കേരളത്തിലെ പ്രധാന ആഘോഷവേദികൾ. പുതുവത്സര പിറവി ലഹരിമുക്തവും അപകടരഹിതവുമാക്കാൻ പോലീസ് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടാകും. ചെന്നൈയിൽ പുതുവത്സരാഘോഷത്തിന്റെ പ്രധാന വേദികളായ മറീന, ബസന്ത് നഗർ ബീച്ചുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പ്രധാന ആഘോഷവേദികളിൽ നിന്ന് 24 റിപ്പോർട്ടേഴ്സ് തത്സമയം ചേരുന്നുണ്ട്. മാനവീയം വീതിയിൽ നിന്ന് MG പ്രതീഷ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ, കോഴിക്കോട് ബീച്ചിൽ നിന്ന് മിഥില ബാലൻ, ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, ഡൽഹിയിൽ നിന്ന് R അച്യുതൻ എന്നിവർ തത്സമയം ചേരും. വിവരങ്ങളുമായി ആദ്യം മാനവീയം വീതിയിലേക്കാണ്. MG പ്രതീഷ് ഉണ്ട് അവിടെ. MG പ്രതീഷ്, മാനവീയം വീതിയിൽ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? എപ്പോൾ മുതൽ ആഘോഷങ്ങൾ തുടങ്ങും? പ്രതീഷ്. ഉന്മേഷ, പുതുവത്സ രാവിനെ വരവേൽക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലും വലിയ തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ആഘോഷങ്ങൾക്കൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളും തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച ഈ പ്രധാനപ്പെട്ട ഒരു ന്യൂ ഇയർ സ്പോട്ട് കൂടിയാണ് മാനവീയം വീഥി. പണി പൂർത്തിയായി അതിനുശേഷം കൂടുതൽ ആളുകൾ എത്തുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നൈറ്റ് ലൈഫ് ഇടമായി മാനവീയം വീഥി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് ഈ പുതുവത്സരം ആഘോഷിക്കാൻ മാനവീയം വീഥിയിലെത്തും. ഒപ്പം ഇതിനു പുറമെ കോവളം, വർക്കല, പാപനാശം, ഒപ്പം ശംഖുമുഖം ബീച്ചുകളിലടക്കം തന്നെ പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ആഘോഷം കൃത്യമായും ഒപ്പം വളരെ സുരക്ഷിതത്വത്തോടും കൂടി നടക്കാനുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. അതിനായി ചില നിയന്ത്രണങ്ങളും തലസ്ഥാന നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ബീച്ചുകളിൽ 12:30 ശേഷം ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം മാനവീയം വീഥിയിലടക്കം ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12:30 വരെയായിരിക്കും ഇന്ന് മാനവീയം വീഥിയിൽ പ്രവേശനം ഉണ്ടായിരിക്കുക. അതിനുശേഷം ആളുകളെ മാനവീയം വീഥിയിലേക്ക് കടത്തിവിടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മാനവീയം വീഥിയിലടക്കം നിരവധി ആളുകൾ, ഒപ്പം കുട്ടികൾ, വിദ്യാർത്ഥികളടക്കം രാവിലെ എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുതുവത്സര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ഡാൻസ് പ്രാക്ടീസുകളൊക്കെയാണ്. നമുക്ക് അവരോട് തന്നെ ഈ ഒരു പുതുവത്സര വിശേഷം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പുതുവത്സരത്തെ കാണുന്നതെന്ന് കൂടി ചോദിക്കാം. 2024 കടന്നു വരികയാണ്. പുതിയ വർഷത്തെ എങ്ങനെ കാണണം? നല്ലതുപോലെ ആവണമെന്നാണ് ആഗ്രഹം. നല്ലതുപോലെ ആയ കൊള്ളാം. ഡാൻസേഴ്സ് ആണ് മെയിൻലി. സോ ഡാൻസ് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലതാവണമെന്നാണ് ആഗ്രഹം. സോ അതാണ് എന്തെങ്കിലും പ്രത്യേക പരിപാടികളുണ്ടോ ന്യൂ ഇയർ ആയിട്ട്? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീഡിയോസ് ഇറക്കണം. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് എങ്ങനെ എന്താ? നല്ല പക്ഷേ നോക്കിയായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് ഡാൻസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് എൻഗേജ് ആയിട്ട് നടന്നു മൊത്തം. ഈ മാനവീയം വീഥി ഒരു നൈറ്റ് ലൈഫ് സ്പോട്ടായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഈ മാനവീയം വീഥിയെ കുറിച്ച് എന്താ പറയുക? അതെ, നല്ലതാ. ഇപ്പം നല്ലൊരു ചേഞ്ച് ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ നല്ല ഇവിടെ ഒരു ചേഞ്ചസ് ഉണ്ട് നൈറ്റ് ലൈഫിന്. നല്ലതുപോലെ പോയാൽ കൊള്ളാം. എന്തായാലും ഈ ആഘോഷത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. മാനവീയം വീഥിയിലടക്കം രാത്രി നിരവധി ആളുകൾ പുതുവത്സരം ആഘോഷിക്കാൻ വരുന്നുണ്ട്. ഒപ്പം ഈ കോവളത്തും വലിയ തരത്തിലുള്ള പുതുവത്സര ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കൃത്യമായി ഈ പോലീസ് ഉൾപ്പെടെ നിഷ്കർഷിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ വേണമെന്നതാണ് പ്രധാനമായും പോലീസ് അടക്കം പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങൾ മാനവീയം വീഥിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം വലിയ തരത്തിലുള്ള പരിശോധനകൾ മാനവീയം വീഥിയിൽ ഉണ്ടായിരിക്കും. പ്രധാനമായും ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഈ ക്രമസമാധാന പ്രശ്നം ഇല്ലാതാക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ മാത്രം 1500 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കും പരിശോധനകൾക്കും വിന്യസിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രധാന സ്പോട്ടുകളായ കോവളം, പാപനാശം, ശംഖുമുഖം, മാനവീയം വീഥി, ഒപ്പം തലസ്ഥാനത്തിന്റെ നഗരപ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ പരിശോധനകളും ഉണ്ടായിരിക്കും. അതേസമയം ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് എല്ലാവിധ ഒരുക്കങ്ങളും തലസ്ഥാന നഗരത്തിൽ പൂർത്തിയായും കഴിഞ്ഞിട്ടുണ്ട്. ഉന്മേഷം. ശരി, മാനവീയം വീഥിയിൽ നിന്നാണ് MG പ്രതീഷ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണ് അജീഷ് ജയകുമാർ ഉണ്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ. അജീഷ്, ഈ ഫോർട്ട് കൊച്ചിയാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ആഘോഷ കേന്ദ്രങ്ങളിൽ ഒന്ന്. ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട്. അത്
പരിഹരിച്ചിട്ടുണ്ടോ? ഏത് തരത്തിലാണ് പോലീസ് അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ? അജീഷ്. ഉന്മേഷ് പറഞ്ഞതുപോലെ കൊച്ചിയിൽ 2024 വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ, അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. പോലീസ് അതിൻ്റെ അവസാനവട്ട വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പിന്നിലുള്ള ഈ പാപ്പാഞ്ഞി രാത്രി 12 മണിക്ക് അഗ്നിക്കിരയാക്കുന്നതോടുകൂടി 2024 വരവേൽക്കും. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം പോലെ ഈ വർഷവും തർക്കങ്ങൾക്കും ഒന്നും ഒരു കുറവില്ലായിരുന്നു. ഇത്തവണത്തെ തർക്കങ്ങൾ നാടകത്തിൻ്റെ പേരും അതേപോലെ വെളി മൈതാനത്ത് ഉയർന്ന പുതിയ പാപ്പാഞ്ഞിയെ ഉയർത്തിയതും സംബന്ധിച്ചായിരുന്നു തർക്കങ്ങൾ. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തവണത്തെ തർക്കം. ഈ പാപ്പാഞ്ഞിയെ ഒരു കാരണവശാലും കത്തിക്കാൻ പാടില്ലെന്നും RDO ഉത്തരവിറക്കിയിരുന്നു. അതിന് പിന്നാലെ മട്ടാഞ്ചേരി ACP മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ചെത്തുന്ന സ്ഥലമാണ്. പരേഡ് ഗ്രൗണ്ടിലാണ് യഥാർത്ഥ പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കുന്നത്. അത് കാർണിവൽ കമ്മിറ്റിയാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. തൊട്ടപ്പുറത്തെ മറ്റൊരു ക്ലബ്ബാണ് അത് നടത്തുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയം കത്തിച്ചു കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായേക്കും. ഈ രണ്ടും നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അത് കത്തിക്കാൻ പാടില്ല നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. എന്തായാലും നിലവിൽ ആ പാപ്പാഞ്ഞി അവിടെ തന്നെ സ്ഥാപിച്ചത് അത് നിലയുറപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അത് കത്തിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. ഈ പരേഡ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 40,000 പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. മാത്രമല്ല ഇത് പല തട്ടുകളിലായി തിരിച്ച് ഇവിടെ ആളുകൾക്ക് നിയന്ത്രിക്കും. ആളുകൾക്ക് ഒരേ സമയം അകത്തേക്ക് കയറാനും പുറത്തേക്ക് പോകാനും പല വഴികളും ഒരുക്കിയിട്ടുണ്ട്. 12 മണിക്ക് ആഘോഷം കഴിഞ്ഞാലും, ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞാലും പിന്നെയും ഈ ചില കലാപരിപാടികളൊക്കെ തുടർന്ന് ആളുകൾക്ക് മെല്ലെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടായിരിക്കും. കൂടാതെ തന്നെ 1000-ലധികം പോലീസുകാർ ഫോർട്ട് കൊച്ചിയിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. വനിതാ പോലീസ് മഫ്തിയിലുണ്ടാകും, സുരക്ഷാ ക്യാമറകളുണ്ടാകും. അങ്ങനെ വലിയ സജ്ജീകരണങ്ങളാണ് പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മട്ടാഞ്ചേരി ACPയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ്, അതായത് ഏകദേശം 13 DYSPമാരും 25 സർക്കിൾ ഇൻസ്പെക്ടർമാരും, അങ്ങനെ വലിയ പോലീസ് സന്നാഹമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ അവസാനവട്ട സുരക്ഷ ഇവിടെ വിലയിരുത്തുകയാണ്. ഈ 4 മണി വരെ മാത്രമേ വാഹനങ്ങളെ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. അതിനുശേഷം കോപ്പുംപടി, അതായത് ഫോർട്ട് കൊച്ചിക്ക് മുന്നേയോടായിട്ട് അതിൻ്റെ പ്രവേശന കവാടങ്ങളിൽ വാഹനം വെച്ച് സ്വകാര്യ ബസ്സുകളിലോ KSRTC ബസ്സുകളിലോ എത്തി ഇതിനപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് ഇറങ്ങേണ്ടി വരും. അവിടുന്ന് നടന്ന് മാത്രമേ പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനമുള്ളൂ. ഏതാണ്ട് 2 ലക്ഷം മുതൽ 3 ലക്ഷം ആളുകളെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ക്രമസമാധാന പ്രശ്നവും അതേപോലെ തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായി അതിരുവിട്ട ആഘോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് പാർക്കിങ്ങിനുള്ള സംവിധാനമുണ്ട്. KSRTC ബസ് ഇടതൊടവില്ലാതെ KSRTC ബസ്സും സ്വകാര്യ ബസ് സർവീസ് ഉണ്ടായിരിക്കും. അതേപോലെ രാത്രി 12 മണിക്ക് ശേഷം ആഘോഷം കഴിയുമ്പോൾ റോറോ സർവീസ് പുനരാരംഭിക്കും. അതുപോലെ 7 മണി വരെ മാത്രമേ റോറോ സർവീസ് ഇന്ന് വൈകിട്ടുണ്ടാവുള്ളൂ. 7 മണിക്ക് ശേഷം റോറോ സർവീസ് ഉണ്ടാവില്ല. പിന്നീട് ഈ ആഘോഷ പരിപാടികൾ കഴിയുമ്പോൾ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനായി റോറോ സർവീസ് പുനരാരംഭിക്കും. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങൾ, തിരക്കൊഴിവാക്കാൻ, ആളുകൾ കൂടിയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മട്ടാഞ്ചേരി ACP നമ്മളോടൊപ്പം അല്പസമയത്തിനകം ചേരും. അദ്ദേഹം ഈ സുരക്ഷയെക്കുറിച്ചിട്ടുള്ള ഒരുക്കങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ഒരു മണി വരെയുള്ള പ്രോഗ്രാം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം എന്തായാലും അതാണ് ഉന്മേഷ്, നമുക്കിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്. പോലീസ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ 26ഓളം പാർക്കിംഗ് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 26 ആ 26 സ്ഥലങ്ങളിലും നമ്മൾ പാർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പാർക്കിംഗ് എവിടെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കറിയാം, നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ VHF സെറ്റ് സഹിതം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. പ്രൈവറ്റ് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിട്ടില്ല. അങ്ങനെയല്ല, പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടാം. ഇവിടെ പാർക്കിംഗ് പ്ലേസുകൾ ഒരു 90% നിറയുന്നിടത്തോളം കാര്യം ആ സമയം വരെ ഞങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടും. അതിനുശേഷം എപ്പോഴാണോ നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങൾ വരുന്നുവെന്ന് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. ആ ബസ്സുകളുടെ പ്രവേശനം അതിനോട് നമുക്ക് ടൈം പറയാൻ പറ്റില്ല. ബസ്സുകൾ കഴിയാവുന്ന സമയം വരെ ഫോർട്ട് കൊച്ചിയിൽ വരാനായിട്ടുള്ള ശ്രമമായിരിക്കും. പക്ഷേ ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബസ് ഇങ്ങോട്ട് വിടുന്നത് അപകടകരമാണ്. അപ്പോൾ നമ്മൾ കൊച്ചിൻ കോളേജിൽ സെപ്പറേറ്റ് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകാം. അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യാം. നമ്മൾ എത്ര ആളുകളെയാണ് നമ്മൾ ഈ ഒരു ആഘോഷത്തിന് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എത്ര ആളുകളുണ്ടെങ്കിലും ഈ ഗ്രൗണ്ടിൽ കൊള്ളാവുന്ന ആൾക്കാർ, അവർക്ക് സേഫായിട്ട് നിൽക്കാവുന്ന ആളുകളെ മാത്രമേ നമ്മളിങ്ങോട്ട് വിടുന്നുള്ളൂ.
പോലീസിന്റെ ബാക്കി ക്രമീകരണങ്ങളൊക്കെ ഏതുവരെയായി? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്? പോലീസ് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് പിന്നെ എല്ലാവരും ഇപ്പോൾ 1 മണിക്കുള്ള ബഹുമാനപ്പെട്ട IGP സാർ വരും. അപ്പോൾ മറ്റു മേലുദ്യോഗസ്ഥന്മാർ വരും, അവർ ബ്രീഫ് ചെയ്യും. വെളി മൈതാനത്തെ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിൽ നിലവിൽ എന്തായിരുന്നു? ആ വിഷയം ഇപ്പോൾ എന്തായി? അല്ല, അവർ കത്തിക്കുന്നില്ലെന്നാണ് ഇതുവരെയുള്ള ഇൻഫോർമേഷൻ. കത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആളുകളെ തടഞ്ഞ് ഈ 3 മണിക്ക് ശേഷം ആളുകളെ ഇങ്ങോട്ട് കയറ്റി വിടില്ല, അങ്ങനെ ഒരു തീരുമാനമല്ല? അങ്ങനെ ഒരു തീരുമാനമില്ല. അങ്ങനെ അതായത് നമ്മളുടെ നാട്ടിൽ ഈ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ജനങ്ങൾക്ക് അവരുടെ എൻജോയ്മെൻറ്റിന് പോലീസ് ഒരിക്കലും തടസ്സം വയ്ക്കില്ല. പക്ഷേ ആ എൻജോയ്മെൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിനായിരിക്കും. അപ്പോൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളടക്കമുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ എങ്ങനെ കംഫർട്ടായിട്ട് നിൽക്കാം, അത് നമ്മൾ നോക്കാം. അവിടെ സുരക്ഷയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉന്മേഷ്, ഇതാണ് ഇപ്പം മട്ടാഞ്ചേരി ACP പറഞ്ഞത്. അവരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. 3 മണി വരെ മാത്രമേ വാഹനങ്ങളെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഫോർട്ട് കൊച്ചി തോപ്പുംപടിയിൽ അവിടേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നോ അല്ലെങ്കിൽ ബസ്സിലോ വരാൻ കഴിയും. അജീഷ് ജയകുമാറാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ 3 മണിക്ക് ശേഷം നിന്നുള്ള നിയന്ത്രണം അത് ആ നിലയ്ക്കല്ല ഉദ്ദേശിച്ചത് എന്നാണ് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും ക്രമീകരണങ്ങൾ അവിടെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട്. മിഥില, കോഴിക്കോട്ടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഉന്മേഷ്, കോഴിക്കോട്ടും നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് 3 മണിക്ക് ശേഷമായിരിക്കും ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഞാനുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പുതുവത്സരം ആഘോഷിക്കാൻ എത്തുന്ന ഒരു സ്ഥലം. കോഴിക്കോട് ജില്ലയിലെ ആൾ മാത്രമല്ല, തൊട്ടടുത്ത കണ്ണൂരിലെയും മലപ്പുറത്ത് നിന്ന് പോലും ആളുകൾ സാധാരണ കോഴിക്കോട് ബീച്ചിലെത്തിയാണ് പുതുവത്സരം ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നിയന്ത്രണങ്ങൾ. 3 മണിക്ക് ശേഷം ബീച്ചിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. വലിയ വാഹനങ്ങൾ, അതായത് ചരക്ക് ലോറി പോലുള്ള വലിയ വാഹനങ്ങളും നഗരത്തിലേക്ക് കടക്കുന്നതിന് രാവിലെ മുതൽ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം, പാർക്കിംഗ്. ബീച്ചിലോട്ട് 3 മണിക്ക് ശേഷം വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അങ്ങനെ ഈ ഒരു നിർദ്ദേശം ലംഘിച്ച് ആരെങ്കിലും ബീച്ചിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ ആ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. 7 ACPമാരുടെ നേതൃത്വത്തിൽ 700ഓളം പോലീസിനെയാണ് ക്രമസമാധാന ചുമതലയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബീച്ച്. മറ്റൊന്ന് മാനാഞ്ചിറയാണ്. മാനാഞ്ചിറയിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷം മുതൽ തന്നെ പലതരത്തിലുള്ള സജ്ജീകരണങ്ങൾ, പ്രത്യേകിച്ച് ലൈറ്റുകളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി ആഘോഷത്തിന് കൂടുതൽ കുടുംബങ്ങളുമായി എത്തുന്ന, കുട്ടികളുമായി എത്തുന്ന ആളുകൾ കൂടുതലായും എത്തുക എന്തു തന്നെയായാലും ഇങ്ങോട്ടായിരിക്കും, മാനാഞ്ചിറയിലേക്കായിരിക്കും. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫാമിലി ചേരുന്നുണ്ട്. എങ്ങനെയാണ് പുതുവത്സര ആഘോഷം എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. വെറുതെ ബീച്ചിലോട്ട് വരും രാത്രി. സാധാരണ എങ്ങനെയാണ്, കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടാണോ? അല്ല, നമ്മള് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ എങ്ങനെയാ മോളെ, എങ്ങനെ പുതുവത്സരം എങ്ങനെ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. പുറത്തൊക്കെ പോകും, പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യും. ബീച്ചിലോട്ടായിരിക്കും വരിക? ബീച്ചിലേക്ക് നല്ലല്ലോ, എവിടെയെങ്കിലും പോകും. ആഘോഷിക്കാം എന്തായാലും. എന്താണ് ആഘോഷിക്കാൻ ന്യൂ ഇയർ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും. ഇതാണ് ചെറിയ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ, ആഘോഷിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിലാണ് ഞാനുള്ളത്. ഇവിടെയും നിരവധി സജ്ജീകരണങ്ങൾ, അതായത് വർണ്ണവിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടി ക്രിസ്മസ് മുതൽ തന്നെ ഇവിടെ ഒരുപാട് തോരണങ്ങളും എല്ലാം തൂക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ രാത്രിയാകുമ്പോൾ പ്രത്യേക ലൈറ്റുകൾ വെച്ച് ഭംഗി കൂട്ടും, മനോഹരമാക്കും. അതൊരു പ്രത്യേക രാത്രി കാഴ്ചയ്ക്ക് ആ ഒരു ഭംഗി വേറെ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെ ഈ കോഴിക്കോട് ബീച്ച്, തൊട്ടടുത്ത് ബട്ട് റോഡുണ്ട്, അതിനപ്പുറത്ത് സൗത്ത് ബീച്ചുണ്ട്, മാനാഞ്ചിറയുണ്ട്. അങ്ങനെ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ആഘോഷം, പുതുവത്സരം കെങ്കേമമാക്കാനും എല്ലാ സജ്ജീകരണവും ഇവിടെയുണ്ട്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൈവിട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ, പോലീസിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ കടുത്ത നടപടിയും ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നുണ്ട്. ഉന്മേഷ്. ശരി, മിഥിലയ ബാലനാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ടോബി, കോട്ടയത്തെ ഒരു ആഘോഷ ഇടമെന്ന് പറയുന്നത് എവിടമാണ്? എങ്ങനെയാണ് ജില്ലയിലെ ക്രമീകരണങ്ങൾ? ടോബി. ഉമേഷ്, കോട്ടയത്തെ ആഘോഷം നടക്കുന്ന പ്രധാന സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിൽക്കുന്ന ഈ വടവാതൂരാണ്. വടവാതൂർ മോസ്കോയ്ക്ക് സമീപമുള്ള നമ്മുടെ മീനച്ചിലയാറിന്റെ കൈവഴിയായിട്ടുള്ള മീനന്തലയാറുണ്ട്, അതിന്റെ തീരത്താണ് ആഘോഷങ്ങൾ നടക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം,
കൊച്ചി കാർണിവൽ അല്ല, കോട്ടയം കാർണിവലാണ് വലുത് എന്നാണ് ഈ കോട്ടയത്തുകാർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് നോക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 40 അടി ഉയരമുള്ള ഒരു പാപ്പാഞ്ഞി തന്നെയാണ്. ഈ പാപ്പാഞ്ഞിയെ ഇന്ന് രാത്രിയിൽ കൃത്യം 12 മണിക്ക് കത്തിച്ചുകൊണ്ട് പുതുവത്സരത്തെ 2024 വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് വിജയപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ക്ലബ്ബുകളുണ്ട് ഇവിടുത്തെ, യങ്സ്റ്റാർ സ്പോർട്ടിംഗ് ക്ലബ്ബ്, അതുപോലെ തന്നെ വടബാദൂർ ക്ലബ്ബ്, ഇങ്ങനെ 2 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഇവർ 2 ക്ലബ്ബുകളും ഈ പഞ്ചായത്തും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം ഇവിടെയുണ്ട്. നമുക്ക് ചോദിക്കാം, ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു പരിപാടി ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്? എത്ര വലിപ്പമുണ്ട് ഈ ഒരു പാപ്പാഞ്ഞിക്ക്? ഏകദേശം 40 അടിക്ക് മേളിൽ വലിപ്പമുള്ള പാപ്പാഞ്ഞിയാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിനായിട്ട്. ഇത് കോട്ടയം ജില്ലയുടെ തന്നെ ഒരു ആഘോഷമായിട്ട് തന്നെ നമ്മൾ കണക്കൂട്ടി ഈ ഒരു വർഷം നമ്മൾ പുതുവർഷത്തെ ആഘോഷിക്കുകയാണ്. അതിനായിട്ട് ഈ ഒരു വടവാതൂരിൽ നിന്ന് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ കടന്നു വരികയും അവരുടെ അകമഴിഞ്ഞ സംഭാവനയും സഹകരണവും സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്, പിന്തുണയും ലഭിക്കുന്നുണ്ട്. എത്ര ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മൾ ഏകദേശം ഒരു 50,000-ന് മേളിൽ ആൾക്കാർ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ. ഇപ്പൊ എന്തായാലും അവസാനവട്ട മിനുക്ക് പണികളാണ് നടക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപ്പാഞ്ഞിയുടെ തൊപ്പി, അതുപോലെ തന്നെ ഇതെന്താണ് ഈ ഒരുക്കുന്നത്? എന്താണ് ഇപ്പൊ ഈ കയറ്റാൻ പോകുന്നത്? എന്താ ചേട്ടാ? തൊപ്പിയും പാപ്പാഞ്ഞിയുടെ തൊപ്പിയുണ്ട്. അവസാനത്തെ മിനുക്കുമണിയാണ്. പാപ്പാഞ്ഞിയുടെ തൊപ്പിയുണ്ട്, അതുപോലെ തന്നെ സമ്മാനപ്പൊതികളുണ്ട്. പാപ്പാഞ്ഞിയുടെ കയ്യിൽ വെക്കേണ്ട സമ്മാനപ്പൊതികളുണ്ട്. അത് രണ്ടും കൂടി ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന ഒരുക്കങ്ങളാണ്. എത്ര ദിവസം എടുത്ത ഇത് ഈ പരിപാടി നടത്തി? ഇത് ഏകദേശം ഒരു 15 ദിവസം എടുത്തു. 15 ദിവസം. എത്ര രൂപയായിട്ടുണ്ട്? 1,00,000-ന് മേളിലായിട്ടുണ്ട്. ചേട്ടാ, ഈ കൊച്ചി കാർണിവലാണ് വലുത്, അവിടുത്തെ പാപ്പാഞ്ഞിയാണ് വലുത് എന്നൊക്കെയുള്ള ചർച്ച. കോട്ടയംകാർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? എങ്ങനെ? ഒരിക്കലുമല്ല. കോട്ടയത്തിന്റെ ഇതൊരു വലിയ കാർണിവലായിട്ട് മാറ്റാം. കൊച്ചിയൊക്കെ അടുത്ത് വിട്ടുന്ന ഒരു കാർണിവലായിട്ട് മാറ്റാനാണ് നമ്മുടെയൊക്കെ ശ്രമം. ഈ നാട്ടുകാരുടെ ഈ കോട്ടയം ജില്ലയുടെ മൊത്തം സപ്പോർട്ട് എന്റെ പുറയിലുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ എനിക്കൊന്നൊരു 10,000-ഓളം പേര് ഇന്നലെ രാത്രി തന്നെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. രാത്രി എത്ര പേര് വരും പ്രതീക്ഷിക്കുന്നത്? ഒരു 15,000-20,000 ഇടയ്ക്ക് ആൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ഈ പാപ്പാഞ്ഞിയുടെ ഷേപ്പിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച. നിങ്ങളുടെ പാപ്പാഞ്ഞി അടിപൊളിയാണ്. പിന്നെ ആരോഗ്യമുള്ള കോട്ടയം കേട്ട നല്ല ഫുഡും കൊടുത്ത് നല്ല ഒരു പാപ്പാഞ്ഞി ഒക്കെ. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറ, അതിന്റെ രൂപ എങ്ങനെയുണ്ട്? കൊച്ചിക്കാരുടെ പാപ്പാഞ്ഞിയാണ് അടിപൊളി. പിന്നെ സംശയം എന്താ അതിനകത്ത്? ഒരു സംശയം വേണ്ട. കൊച്ചിക്കാർക്കൊരു വെല്ലുവിളിയാണ് ഇപ്പൊ കോട്ടയംകാർ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാപ്പാഞ്ഞിയുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ കോട്ടയത്തെ പാപ്പാഞ്ഞി തന്നെയാണ് അടിപൊളി എന്നാണ് പറയുന്നത്. ആണോ? വിവാദങ്ങളില്ലാത്ത പാപ്പാഞ്ഞി. വിവാദങ്ങളില്ലാത്ത പാപ്പാഞ്ഞി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുരക്ഷിതമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ. സുരക്ഷിതമായിട്ടാണ്. പരിപാടിയാണോ പ്രോഗ്രാമിലാണോ നടക്കും, പാപ്പാനിയുടെ കത്തിക്കും. ഇങ്ങോട്ട് ആ സമയത്ത് ആരും പ്രവേശനം ഇല്ല. 10 മണി വേറെ പ്രശ്നം കയറ്റില്ല. യാതൊരു പ്രശ്നവും ഇല്ല. അതിന് വിവാദങ്ങളില്ലെന്ന് പറഞ്ഞത് കൊച്ചിയിലെ പോട്ടെ. വിവാദമില്ലായിരുന്നു. അന്നേരം ഞങ്ങളോട് കത്തിച്ചാൽ കഴിഞ്ഞ വർഷം വിവാദമില്ലായിരുന്നു. ഒരു വിവാദമില്ല. ഇത്തവണ അവിടെ വിവാദമുണ്ട്. ഇവിടെ ഇല്ല. അതാണ് പ്രത്യേകത. അതാണ് പ്രത്യേകത. അതാണ് എന്തായാലും കോട്ടയംകാരുടെ പ്രത്യേകതയാണ്. വിവാദങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് അവർ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. കൊച്ചി കാർണിവൽ പോലെ മുൻവർഷങ്ങളിൽ കൊച്ചിയിലേക്ക് കാർണിവൽ കാണാൻ വേണ്ടി ഇവിടെ നിന്നും കോട്ടയത്തെ ആളുകളൊക്കെ പോകുമായിരുന്നു. എന്നാൽ ഇത്തവണ അതൊന്നും വേണ്ട. ഈ വടവാതൂരിൽ വന്നാൽ മതി. അടിപൊളിയായിട്ട് ഈ പുതുവത്സരം ആഘോഷിക്കാമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഉമേഷ്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് അച്യുതൻ കൂടി ചേരുന്നു, ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, അവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് മലിനീകരണമുണ്ട്, പുകമഞ്ഞുണ്ട്, അങ്ങനെ ആകെക്കൂടി ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഇതിനിടയിലും ഡൽഹിയിൽ ഈ പുതുവത്സരാഘോഷ ഒരുക്കങ്ങൾ, അച്യുതൻ? ഉന്മേഷ്, നിയന്ത്രണങ്ങളോട് കൂടിയ ഒരു പുതുവത്സരാഘോഷം തന്നെയാണ് ഈ ഭരണകൂടങ്ങൾ രാജ്യത്തുടനീളം നടത്തുവാനായിട്ട് ഒരുങ്ങുന്നത്. കാരണം ഈ ആഘോഷങ്ങൾ അതിരുകടക്കുമ്പോഴാണ് പല അപകടങ്ങൾ ഉണ്ടാകുന്നതും അത് ഈ ആഘോഷങ്ങളുടെ ശോഭ കെടുത്തുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാ നിർദ്ദേശങ്ങളും ഡൽഹിയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രോണുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആഘോഷവുമായി ബന്ധപ്പെട്ട് ഡ്രോണുകളുടെ ഉപയോഗത്തിന് ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസം, ഇന്നലെ മുതൽ തന്നെ ഈ അതിർത്തി മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ട്രാഫിക് റൂൾസ്, അതായത് മദ്യപിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഈ ഒരു ദിവസം കണക്കിലെടുത്തുകൊണ്ട് കർശനമാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ വാഹന പരിശോധന കർശനമായി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പോലീസിന് പുറമെ, ഡൽഹി പോലീസിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെ കൂടിയാണ് ഡൽഹിയിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. കാര്യം ഈ ആഘോഷം കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ആഘോഷം അതിരുകടന്ന് മറ്റൊരു അക്രമ സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ കൂടിയുള്ള മുൻകരുതൽ നടപടിയായി തന്നെയാണ് കൂടുതൽ സേനയെ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. പ്രധാന
പ്രധാനമായും ഡൽഹിയിൽ കൊണോട്ട് പ്ലേസ്, ഇന്ത്യ ഗേറ്റിന് സമീപം, അതുപോലെ തന്നെ ഈ അക്ഷർധാം അങ്ങനെയുള്ള പല ഏരിയകൾ, എയറോ സിറ്റി അങ്ങനെയുള്ള പലയിടങ്ങളിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുക. ഇതിൽ വിപുലമായി നടക്കുന്നത് കൊണോട്ട് പ്ലേസിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൊണോട്ട് പ്ലേസിന്റെ ഇന്നർ സർക്കിളിലേക്ക് കടക്കുവാനുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറത്ത് ബാരിക്കേഡുകൾ വെച്ച പോലീസ് കർശനമായി അവിടെ ബന്ധിച്ചിരിക്കുകയാണ്. രാത്രിയോടുകൂടിയായിരിക്കും ഡൽഹിയിൽ പൊതുവെ ആളുകൾ ഇവിടേക്ക് എത്തുക. ഒരു 9:30-10 മണിയോടുകൂടിയായിരിക്കും എത്തുക. അതിനുശേഷമായിരിക്കും ഈ പുതിയ വർഷത്തിന് 2024 വരവേറ്റുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. എന്തായാലും കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെയായിരിക്കും ആഘോഷങ്ങൾ മുന്നോട്ട് പോവുക. ഈ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ അത്തരത്തിൽ കർശനമായി തന്നെ പോലീസ് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങൾക്ക് നടുവിലാണ് ഡൽഹി നിവാസികളും ഈ 2024 പുതുവത്സരാഘോഷം അത് ആഘോഷിക്കുവാനായി ഒരുങ്ങുന്നത്. ഉന്മേഷ്, ഇതിനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ അങ്ങനെ നിയന്ത്രണങ്ങളോട് കൂടിയ പുതുവത്സരാഘോഷം രാജ്യ തലസ്ഥാനത്തും നടക്കാൻ പോകുന്നു. മനേഷ് മൂർത്തിയുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മനേഷ്, ബീച്ചുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ചെന്നൈയിൽ പ്രധാനമായും ആഘോഷങ്ങളൊക്കെ നടക്കുക. ക്രമീകരണങ്ങൾ എവിടെ വരെ എത്തി? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മറീന ബീച്ച് അതുപോലെ ബസന്ത് നഗർ ബീച്ച് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചെന്നൈയിൽ എല്ലാ വർഷവും ആഘോഷങ്ങൾ നടക്കാറ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ മേഖലകളിലേക്കൊക്കെ എത്തുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ മേഖലകളിലെത്തി അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെത്തി ന്യൂ ഇയർ പുതുവത്സരത്തെ വരവേൽക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഈ തവണ അത്ര വലിയൊരു നിയന്ത്രണങ്ങൾ, അതായത് ആളുകൾ എത്തുന്നതിലൊരു നിയന്ത്രണം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വച്ചിട്ടില്ല. പക്ഷേ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം ചെന്നൈയിൽ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി ആ രീതിയിലുള്ള ചില ആഘോഷ പരിപാടികൾക്കൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ എന്തായാലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. നിരത്തുകളിലാണ് കാര്യമായ അർത്ഥത്തിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10 മണിയോടുകൂടി മേൽപ്പാലങ്ങളെല്ലാം തന്നെ അടച്ചിടും. മാത്രം അത് രാവിലെ 6 മണി വരെ, രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മേൽപ്പാലങ്ങളെല്ലാം തന്നെ അടച്ചിടും. സർവീസ് റോഡുകളും സമാനമായ രീതിയിൽ 10 മണി മുതൽ 6 മണി വരെ അടച്ചിടും. അത് ബ്ലോക്ക് ചെയ്യുമെന്നുള്ളതും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം പ്രധാന പാതകളിലൂടെ മാത്രം ആളുകൾ സഞ്ചരിച്ചാൽ മതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 1 മണി വരെയാണ് കൂട്ടം കൂടി നിന്നുള്ള ആഘോഷങ്ങൾക്ക് ഒരു സമയപരിധി വെച്ചിരിക്കുന്നത്. 1 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ നഗരത്തിൽ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതിനൊക്കെ പോലീസ് നിയന്ത്രണങ്ങൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. സാധാരണ നിലയിലുള്ള വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ ഉണ്ട് ചെന്നൈ നഗരത്തിൽ. അതുകൂടാതെ 25ഓളം വാഹന പരിശോധന താൽക്കാലികമായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ വാഹനങ്ങൾ ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ വാഹനം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി നഗരത്തിൽ കൃത്യമായ അർത്ഥത്തിൽ പ്രത്യേകിച്ച് മറീന ബീച്ചൊക്കെ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ 2020 മുൻപ് വരെ നടന്നിട്ടുള്ളതാണ്. കോവിഡിന് ശേഷം അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഈ വർഷം അത്ര വലിയ നിയന്ത്രണങ്ങളിലേക്ക് എന്തായാലും പോലീസ് പോയിട്ടില്ല. ആളുകൾ എത്തുന്നതിൽ നിയന്ത്രണങ്ങളില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ മേഖലയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ട സമാനമായ ക്രമീകരണങ്ങൾ, പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ എന്തായാലും പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ സമാധാനപരമായി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള, പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്, ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. മനീഷ് മഹിബാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ആലപ്പുഴ ബീച്ചിലായിരിക്കുമല്ലോ ആഘോഷങ്ങളൊക്കെ കേന്ദ്രീകരിക്കുക. മറ്റ് ഏതൊക്കെ ഇടങ്ങളിൽ ഉണ്ടാകും പുതുവത്സരാഘോഷം? വിവരങ്ങൾ. ഉന്മേഷ്, ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായും ആഘോഷങ്ങൾ ഉള്ളത് കായൽ ടൂറിസം മേഖലയാണ്. ഒന്ന് പള്ളാത്തുരുത്തി, പുന്നമട തുടങ്ങിയുള്ള മേഖലകൾ, കായൽ ടൂറിസം മേഖലകൾ, സ്വകാര്യ റിസോർട്ടുകൾ, ഹൗസ് ബോട്ടുകളിലൊക്കെ തന്നെ ഇന്ന് വലിയ ആഘോഷങ്ങൾ ഉണ്ടാകും. വൈകിട്ട് 5:30-ക്ക് ശേഷം ഹൗസ് ബോട്ടുകൾ സാധാരണ പോലെ തന്നെ വൈകിട്ട് 5:30-ക്ക് ശേഷം ഈ ജലയാനങ്ങളൊന്നും പിന്നീട് ഓടാൻ അനുവദിക്കില്ല, സർവീസ് നടത്താൻ അനുവദിക്കുകയില്ല. അത് എവിടെയെങ്കിലും കെട്ടിയിട്ട ശേഷം അവിടെ മാത്രമായിരിക്കും ആഘോഷമുള്ളത്. പിന്നീട് പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് ഒന്ന് ആലപ്പുഴ ബീച്ചിലാണ്. ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ ഇന്ന് രാത്രി, അതായത് ഇന്ന് രാത്രി വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെയും വലിയ രീതിയിലുള്ള പരിപാടികളുണ്ട്. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിലും കൂടെ ചേർന്നാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ മാരാരിയിൽ, അതായത് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരദേശ മേഖല കൂടിയാണ്, ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്ന ഒരു കടപ്പുറമാണ്, ബീച്ചാണ് മാരാരി ബീച്ച്. മാരാരി ബീച്ചിലും ഒട്ടേറെ വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകളെത്തും. കോവിഡിന് ശേഷം ഒരുപക്ഷെ കഴിഞ്ഞ
വർഷം മുതലാണ് കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ സുരക്ഷ കൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. 500 പോലീസുകാരാണ് ആലപ്പുഴ ബീച്ചിലും കായൽ ടൂറിസം മേഖലയിലും ഉള്ളത്. 24 DYSPമാരുടെ മേൽനോട്ടം ഉണ്ടാകും. ഒപ്പം തന്നെ വലിയ വാഹന ഗതാഗത നിയന്ത്രണം സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആലപ്പുഴ ബീച്ചിലേക്കുള്ള ബീച്ച് റോഡിൽ ഒരു വിധത്തിലുള്ള വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല. അത് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലൊപ്പം തന്നെ ലൈറ്റ് ഹൗസിന് പിന്നിലെ FCA റോഡിലും മാത്രമേ, അല്ലെങ്കിൽ അതിനുശേഷം കിഴക്ക് ഭാഗത്തേക്കുള്ള 1/2 കിലോമീറ്റർ മാത്രം മാറിയുള്ള റോഡിൻ്റെ ഭാഗത്ത് മാത്രമേ വാഹന ഗതാഗതം പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ഒപ്പം തന്നെ തിരക്കിനിടയിൽ പിടിച്ചുപറി, മോഷണം, പോക്കറ്റടി അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ തന്നെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഷാഡോ പോലീസ് അടക്കമുള്ള കൂടുതൽ പോലീസ് സന്നാഹത്തെ കൂടി ആലപ്പുഴ മാരാരിക്കുളം ബീച്ചിലുണ്ട്. കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കൊണ്ട് തന്നെ കായൽ ടൂറിസം മേഖലയിൽ സുരക്ഷ ശക്തമാണ്. ഈ താനൂർ ബോട്ടപകടത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഈ ബോട്ട് ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് രേഖകളില്ലാതെ ഓടുന്ന ഹൗസ് ബോട്ടുകൾ തുടങ്ങിയ ബോട്ടുകൾ ഇന്ന് തന്നെ തുറമുഖ വകുപ്പിൻ്റെ പരിശോധന ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഈ പരിശോധനയിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളില്ലാത്ത, മതിയായ രേഖകളില്ലാത്ത ബോട്ടുകളൊക്കെ തന്നെ പിടിച്ചെടുക്കും. ഒപ്പം തന്നെ അനധികൃതമായി പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങളും പിടിച്ചെടുത്ത് അത് റിക്കവർ ചെയ്ത് പിന്നീട് കോടതിയിൽ കൊണ്ടുവന്ന് പിഴ ഈടാക്കിയ ശേഷം മാത്രമായിരിക്കും ഉടമയ്ക്ക് വിട്ടു നൽകുക. അത്തരത്തിൽ വലിയ ആഘോഷങ്ങൾ, അതിന് മുന്നോടിയായിട്ടുള്ള വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്നു. പോലീസും അതീവ മുൻകരുതലോടുകൂടി തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം, ആലപ്പുഴ ബീച്ച്, കായൽ ടൂറിസം മേഖലയിലൊക്കെ തന്നെ ആഘോഷത്തെ വരവേൽക്കാൻ വേണ്ടി സജ്ജരായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, മനീഷ് മക്കിപ്പാലാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലുമൊക്കെ ഇപ്പോൾ പുതുവത്സര ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ, പോലീസിൻ്റെ ക്രമീകരണങ്ങൾ അതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് 24 റിപ്പോർട്ടേഴ്സ് വിവരങ്ങൾ നൽകുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.